പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ലോഡ് റെഡിയാവാൻ ഒരു 2-3 മണിക്കൂർ കുറഞ്ഞതെടുക്കും. ആ ടൈമിൽ ഡിന്നർ കഴിക്കാനുള്ള പ്ലാനിലാണ്. ഇത് ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ ട്രക്കും കൊണ്ട് അങ്ങോട്ട് പോകുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനിയുടെ പാർക്കിങ്ങിലോട്ട് തന്നെ ട്രക്ക് പാർക്ക് ചെയ്തു അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. തണുപ്പ് വലുതായിട്ടില്ലെങ്കിലും നേരത്തെ വീണ സ്നോയൊക്കെ നമുക്ക് വീടുകളുടെ മുറ്റങ്ങളിലൊക്കെ കാണാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു വീട് വിൽക്കാനിട്ടേക്കുന്നതിൻ്റെ സൈൻ ബോർഡ് നമ്മൾ കണ്ടത്. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വീട് വിൽക്കാനിടുമ്പം ബ്രോക്കർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് 4 പേര് അറിയുന്നത്. ഇവിടെ നമുക്ക് വഴിയെ പോകുമ്പോൾ ഇങ്ങനത്തെ സൈൻ ബോർഡുകൾ കണ്ടാൽ തന്നെ അറിയാം ആ വീട് വിൽക്കാനിട്ടേക്കുന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് തീരുന്നതിന് മുന്നേ അവിടുന്ന് വിളി വന്നിരുന്നു ലോഡ് റെഡിയായെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് നേരെ യാർഡിലേക്ക് ഓടി. 2 സ്റ്റോപ്പിൽ ഡെലിവറി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 2 സീലുകളുണ്ട്. അങ്ങനെ ട്രെയിലറും കണക്ട് ചെയ്ത് ഇനി നമുക്ക് പോകേണ്ടത് സെക്യൂരിറ്റി ഓഫീസിൻ്റെ അവിടേക്കാണ്. അവരാണ് സീല് നമുക്ക് ട്രെയിലറിൽ ഇട്ട് തരുന്നത്. സീൽ അവരിട്ടെന്ന് പറഞ്ഞാലും നമ്മുടേതായൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ലോക്കും കൂടി ഇടും. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ അത്യാവശ്യം നല്ല കയറ്റങ്ങളൊക്കെ ഉണ്ട്. കയറ്റത്ത് നമ്മുടെ ലോഡും വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് കുറഞ്ഞായിരിക്കും കയറ്റം കയറി പോകുന്നത്. സ്പീഡ് ലിമിറ്റിനേക്കാളും ഒരു 20 മൈൽ താഴെയാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഹസാർഡ് സിഗ്നൽ ഇടണം. അങ്ങനെ രാത്രി മൊത്തം ഓടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു പഞ്ചാബി ധാബ കണ്ടുപിടിച്ചു.
നാടുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നാട്ടിലെ പലഹാരങ്ങളും ഫുഡുകളും ഒക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നാട്ടിൽ പോയാലോ എന്ന് പിന്നെയും ചിന്തിക്കും. പിന്നെ ടിക്കറ്റിന്റെ വിലയെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ചായയിലങ്ങ് അഡ്ജസ്റ്റ് ആക്കും. അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്റ്റോറുകൾ വഴി അവൈലബിൾ ആണ്. നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റുകളും ഡിവൈഡ് ചെയ്യുന്നത് ഓരോ റിവറുകൾ കൊണ്ടാണ്. ഇപ്പം നമ്മളുള്ളത് ഇല്ലിനോയ്സിലാണ്. ഈ പാലത്തിനക്കരെ സെൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അത് മിസോറി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണുള്ളത്. ഈ പാലത്തിനക്കരെ വലത് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാസിനോകളാണ്. ഇവിടെ കാസിനോകൾ ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ മുക്കിലും മൂലയിലും നമുക്കിത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആദ്യം ലോഡ് ഇറക്കേണ്ട കാൻസസിലേക്ക് എത്തി. കാൻസസിൽ ലോഡ് ഇറക്കാൻ ഇനിയും സമയം ഉണ്ടായതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ച് വാൾമാർട്ടിലേക്ക് എത്തി. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് പോയി. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം ഓൾമോസ്റ്റ് ആയിരുന്നു. ട്രക്കിന് എപ്പോഴും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ മിറർ വഴി കാണാൻ പറ്റാത്ത ഏരിയയ്ക്കാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ സ്റ്റോപ്പിൽ അൺലോഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് മിസോറിയിലേക്കാണ്. ഇവിടെ നിന്നാണ് നമുക്ക് പേപ്പർ വർക്കൊക്കെ തരുന്നത്. അങ്ങനെ പേപ്പർ വർക്കൊക്കെ വാങ്ങി അവിടെ തന്നെ കിടന്ന് കുറച്ചു നേരം അങ്ങ് ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ സമയം പോയാൽ അറിഞ്ഞില്ല. രാവിലെ ഒരു 9 മണിയായി നമ്മൾ എണീറ്റപ്പോഴത്തേക്ക്. എന്നാൽ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു ലൗസ് കണ്ടുപിടിച്ചു. നമ്മളെപ്പോഴും ഫ്രഷ് ആവാനും ഷവർ യൂസ് ചെയ്യാനും ഒക്കെ ലൗസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഉള്ളതിൽ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ളത് ലൗസ് തന്നെയാണ്. നോർമലി ഒരാൾക്ക് $18 ഷവർ യൂസ് ചെയ്യുന്നതിന്. നമ്മളിവിടുന്ന് എപ്പോഴും ഡീസൽ അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിവാർഡ്സ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമുക്ക് ഫ്രീ ആണ് ഷവർ എടുക്കാൻ. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഷവറിന് ഓർഡർ കൊടുക്കുന്നത്. ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അവർ തരുന്ന റെസിപ്റ്റിനകത്ത് നമുക്കൊരു നമ്പറുണ്ട്. ഷവർ മാത്രമല്ല ഇവിടെ ഉള്ളത് കേട്ടോ. തുണി നനയ്ക്കാനും അത് ഡ്രൈ ചെയ്യാനുമുള്ള വാഷറും ഡ്രയറും ഇവിടെയുണ്ട്. എനിക്ക് കിട്ടിയേക്കുന്ന ഷവറിൻ്റെ നമ്പർ 4 ആയിരുന്നു. ആ തന്നിരിക്കുന്ന പേപ്പറിനകത്ത് തന്നെ നമുക്ക് കയറാനുള്ള പാസ്കോഡും എഴുതിയിരിക്കും.
അങ്ങനെ കുളിച്ച് ഫ്രഷൊക്കെ ആയി കുറച്ച് ഫുഡും വാങ്ങി പോകാമെന്ന് വിചാരിച്ച് ഗ്യാസ് സ്റ്റേഷനിൽ തന്നെ ഒരു ഫുഡ് കോർട്ടിൽ കയറി. നേരത്തെ പറഞ്ഞ റിവാർഡ്സ് പോയിന്റ് വെച്ച് നമുക്ക് ഇവിടുത്തെ കോഫിയും ഡ്രിങ്ക്സും ഒക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ലവ്സിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ആൻറ്റിക് ഐറ്റംസും ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസും ഒക്കെ. നേരത്തെ വീണ സ്നോ ഒക്കെ അലിഞ്ഞു പോകുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഐസൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇപ്പോഴും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മിസോറിയിലുള്ള നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പിലേക്ക് എത്തി. സമയം കറക്റ്റ് 4:30 ആയതേ ഉള്ളൂ. 6 മണിയാവാതെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു പാർക്കിംഗ് ലോട്ട് നോക്കി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസ് സ്റ്റേഷനിൽ വന്ന് ഫ്രഷൊക്കെ ആയി തിരിച്ച് വണ്ടിയിലോട്ട് പോകാവുന്നവരാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആരോ ഒരാൾ ഡീസൽ അടിച്ചിട്ട് പമ്പ് തിരിച്ചു വെക്കാതെ വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ അത് പറഞ്ഞ് താഴെ വീണതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ആൾക്കാരെ വെച്ച് ഫ്യൂൽ അടിക്കുന്നത്. അങ്ങനെ കൃത്യം 6 മണിയായപ്പോൾ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന യാർഡിലേക്ക് എത്തി. നല്ലൊരു സെക്യൂരിറ്റി ചേട്ടനായിരുന്നുകൊണ്ട് തന്നെ ചെന്നപ്പോൾ തന്നെ നമുക്ക് അൺലോഡ് ചെയ്യാനുള്ള ഡോറും കിട്ടി. നമുക്ക് ബാക്കപ്പ് ചെയ്തിടേണ്ടത് ഡോർ നമ്പർ 91-ലാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അടുത്ത ലോഡുകളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉള്ള ലോഡുകളായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിലൊന്ന് കയറിയിട്ട് പയ്യെ പോവാന്ന് വിചാരിച്ച് ഒക്ലഹോമയ്ക്ക് യാത്ര തിരിച്ചു. അങ്ങനെ മിസോറിയിൽ തന്നെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു പഞ്ചാബി ധാബയിലേക്ക് നമ്മൾ കയറി. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ബട്ടർ ചിക്കനും ബട്ടർ നാനും ആയിരുന്നു. ബട്ടർ നാനൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 10 മിനിറ്റ് അവിടെ ഇരിക്കേണ്ടി വന്നു. ട്രക്കിന് മെയിനായിട്ട് 2 സൈഡിലും ഓരോ ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. ട്രെയിലറിന് ഒരെണ്ണവും. ഈ കാണുന്നതാണ് ട്രെയിലറിൻ്റെ ഡീസൽ ടാങ്ക്. അത്യാവശ്യം സാധനം ഉണ്ടായതുകൊണ്ട് റണ്ണിങ്ങിലായിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൽ നമ്മൾ നിറച്ചു കൊടുക്കണം. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഒരു സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മൈൽ സ്റ്റോൺ പോലൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡയറക്ഷനും അതിൻ്റെ മൈലുകളും ഒക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ട്രക്കിൻ്റെ ഡീസൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടിക്കേണ്ടത് ഡെഫാണ്. ഡെഫിൻ്റെ ഫുൾ ഫോം ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്നാണ്. നാട്ടിൽ ഡെഫിന് പറയുന്നത് ആർട്ട് ബ്ലൂ എന്നാണ്. അങ്ങനെ ഒക്ലോമ സിറ്റിയിലേക്കുള്ള അഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് 5 മണിക്കൂറോടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. നമ്മുടെ ട്രക്ക് സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു ഗ്യാസ് സ്റ്റേഷനാണിത്. ഇത് I40 ആൻഡ് മോർഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. TA എന്നാണ് ഗ്യാസ് സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ കൊണ്ടുപോയ ഫുഡിൻ്റെ പാത്രങ്ങളും കിങ്ങിണിക്ക് വേണ്ടി മേടിച്ച ലഡുവും പായസവും ഒക്കെ നമ്മൾ എടുത്തു.
അപ്പോൾ അടുത്ത ലോഡും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.